ചേട്ടാ ചായ എടുക്കട്ടെ? നിന്നോട് ഞാൻ ചായ എടുക്കാൻ പറഞ്ഞോ കുഞ്ഞുലക്ഷ്മി? 7 മണിക്ക് നാടകത്തിന് പോണ്ടേ? നീ വേഗം ഒരുങ്ങിക്കേ. ഏതാ നാടകം? ഉഗ്രൻ നാടകമാന്നാ കേട്ടെ. ദേ ഒരു 5 മിനിറ്റ്, ഇപ്പൊ വരാം. കലാസ്നേഹികളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. റെഡ് റോക്ക് തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന പുണ്യപുരാണ നാടകം എന്നു നിന്റെ ദുഷ്യേട്ടൻ. ഈ കഥ നടക്കുന്നത് അങ്ങ് കൊച്ചിയിലല്ല, കോട്ടയത്തല്ല, പിന്നെയോ ഇവിടെ ഈ റോക്കി മൗണ്ടൻ വനാന്തരങ്ങളിൽ മഹാമുനി ശ്രീ ശ്രീ വിശ്വാമിത്രൻ അതികഠിനമായ തപസ് ആരംഭിച്ചു. തപസ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 തപസ്. ഇത് കണ്ട ദേവന്മാരുടെ ദേവനായ ഇന്ദ്രന്റെ കണ്ണു തെളിഞ്ഞു. ഈ തപസ് പൊളിച്ചടുക്കി വിശ്വന്റെ ബാച്ചലർ ലൈഫ് കോഞ്ഞാട്ടയാക്കാൻ അവൾ വരുന്നു. വേഗസിന്റെ അപ്സരസ് മേനക. ഓ, ഒരു 10 റൗണ്ട് പാസ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം ചേട്ടാ. ഉപ്സ് മഹർഷി. But who are you? तुम कौन हो? നീ ആരാണ്? നിനക്ക് എന്ത് വേണം? What do you want? ഞാനാണ് യുവാക്കളുടെ രോമാഞ്ച കഞ്ചകവും വശ്യമനോഹരമായ സൂപ്പർ മോഡൽ മിസ് മേനക. Actually, I'm on my way to Vegas for the world famous fashion show. On the way Rocky Mountain കണ്ടപ്പോൾ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകാമെന്ന് കരുതി. Anyways, your party is super cool. നീപ്പോഴും അറിയുന്നതാണ്. പുള്ളി എന്റെ ഒരു ആരാധകനാണ്. ടിപ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. 13 hours ഡ്രൈവ് ഉണ്ട് വേഗസിന്. ഷോ ബോറടിക്കും. സ്വാമിജിക്ക് വേണമെങ്കിൽ സുഖമായി വണ്ടിയിലൊന്ന് ധ്യാനിക്കാം. എനിക്കൊരു കമ്പനി വാങ്ങുമല്ലോ. പോരുന്നോ എന്റെ കൂടെ? വേഗസ് അറിന്തോറും അകലം കൂടുന്ന മഹാസാഗരം. അറിഞ്ഞിട്ടുണ്ട് ഒരുപാട് ഞാൻ അവിടെ. സബറോ കി സിന്ദഗി ജോ കബി നഹി ഖതം ഹോ ജാതി ഹൈ. ശംഭോ മഹാദേവ. എന്തുട്ടാ? സോറി, എന്റെ പഴയ ഓർമ്മകളിലേക്ക് ഞാനൊന്ന് പാടി നോക്കി. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. എന്റെ ഫ്രണ്ട്സ് ഉർവശിയും രംഭയും ഫാഷൻ ഷോയിൽ എന്റെ ഒപ്പം മത്സരിക്കുന്നുണ്ട്. അവർ എനിക്കായി വെയിറ്റ് ചെയ്യുന്നു. എന്നാൽ പിന്നെ കുട്ടി ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. എന്നാ പിന്നെ പോന്നോളൂ. അങ്ങനെ മേനകയ്ക്ക് കമ്പനി പോയ വിശ്വാമിത്രന് ആ യാത്രയിൽ പലതും നഷ്ടമായി. തപസ്സും ശുദ്ധിയും ഏകാഗ്രതയും അങ്ങനെ മറ്റു പലതും. എന്തിനധികം പറയുന്നു, 10 മാസം കഴിഞ്ഞപ്പോൾ അവൾ സുന്ദരിയായ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കാലങ്ങൾ വീണ്ടും കടന്നുപോയി. ശകുന്തള വളർന്നു പുരനിറഞ്ഞു. ഏതൊരു ശരാശരി അച്ഛന്റെയും ടെൻഷൻ കണ്ണുമാഷിയെയും പിടികൂടി. മകളുടെ വിവാഹം, ഭൂലോക ടെൻഷൻ. മഹർഷി, അങ്ങേക്ക് അറിയില്ലേ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. എന്താണ് അങ്ങ് ഇത്ര കുണ്ഠിതപ്പെട്ടിരിക്കുന്നത്? എടാ ബ്രോക്കറെ, 18 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലത്തെ ഒരു മഞ്ഞുകാലത്താണ് അനക്ക് എന്റെ ശകുന്തളനെ റോക്കി മൗണ്ടിൽ നിന്ന് കിട്ടിയത്. പ്രായപൂർത്തിയായ പെൺമക്കളുള്ള ഏതൊരു അച്ഛന്റെയും
ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് നിനക്ക് അറിയാമോ? ഇന്റർനെറ്റിൽ പടം വരുമെന്നാണോ? ചീ പോടാ പൊങ്ങ. ഞാൻ വളർത്തി വലുതാക്കിയ കുട്ടിയാണ് ശകുന്തള. അവളെ പറ്റി അങ്ങനെ ഒരു ടെൻഷൻ എനിക്കില്ല. ഇന്ന് ഓള് വളർന്ന് സുന്ദരിയും സുശീലിയും സർവോപരി സൽഗുണ സമ്പന്നയും ആയിരിക്കുന്നു. വിശ്വാമിത്രൻ മേനക കോംബോ അല്ലേ, എങ്ങനെ നന്നാവാതിരിക്കും? അങ്ങയുടെ രൂപം എങ്ങാനുമായിരുന്നെങ്കിൽ കാണായിരുന്നു. അല്ല, അതിന് അങ്ങേക്ക് എന്തിനാ ഇത്ര ടെൻഷൻ? പൂവാലി ശല്യം കൊണ്ട് എനക്കൊരു സമാധാനമില്ല. FB ഫോളോവേഴ്സ് ഇപ്പൊ തന്നെ 10,000 കഴിഞ്ഞ്. അത് കൂടാണ്ട് ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും ട്വിറ്ററും ഇടങ്ങേറ് തന്നെ. എന്റെ മുഞ്ചത്തിൽ നീ എത്രയും പെട്ടെന്ന് നല്ലൊരു പുയാപ്പിളെ സെറ്റാക്കി കൊടുക്കണം. അതിനെന്താ, കേരള മാട്രിമോണി ഇല്ലേ, നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കി ഇട്ടാ പോലെ. അതെ, എവിടെയാ സുന്ദരി? ഭയങ്കര നാണക്കാരിയാ മോളെ ശകുന്തളേ. എന്താ പിതാശ്രീ? ഞമ്മൾ നിന്റെ കല്യാണക്കാര്യം പറയായിരുന്നു. എന്താ നിന്റെ അഭിപ്രായം? അച്ഛാ, എനിക്ക് ഇനിയും പഠിക്കണം. IPS നേടണം. പരസ്പരം സീരിയലിലെ ദീപ്തി IPS-നെ പോലാകണം. എന്നാലും അന്റെ കിനാവിലെ ആ സുൽത്താനിന്റെ ഔട്ട്ലുക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്ക്. അമിതാഭ് ബച്ചന്റെ പൊക്കം, സൽമാൻ ഖാന്റെ ബോഡി, മമ്മൂക്കയുടെ ഗ്ലാമർ, പിന്നെ ലാലേട്ടന്റെ ചിരി. നോക്കിയിരുന്നോ, ഇപ്പൊ കിട്ടും. എന്ത്? അല്ല, അതിനുള്ള ആള് എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറയുമായിരുന്നു. ശരി സുഗുണ, എന്റെ മോക്ക് പറ്റിയ മാച്ചിങ് പ്രൊഫൈൽസ് ഉണ്ടെങ്കിൽ നീ ശരിയാക്കി കൊണ്ടുവരണം. എന്നിട്ട് വേണം കബഡി നിർത്തി ഒരു ബെസ്റ്റ് മാച്ചിനെ തന്നെ ഒക്കെ കൊടുക്കാൻ. ഓക്കെ, അത് ഞാൻ ഏറ്റു. അപ്പൊ വീണ്ടും സന്ധിക്കും വരെ വണക്കം. മോളെ സഗു, ഓട്ടെ. By the way, അച്ഛൻ മനുഷ്യൻ ഒരു കോൺഫറൻസ് ന്യൂയോർക്ക് ഓൺ ദ ടോപ്പിക്സ് ഓഫ് ന്യൂ ടെക്നിക്സ് ഇൻ തപസ്യ 1 month പ്രോഗ്രാമാണ്. നമ്മൾ തിരിച്ചു വരുന്നവരെ അധികം കറക്കത്തിനൊന്നും പോണ്ട. എക്സാം എല്ലാം അടുത്ത് വരുന്ന വേണേ കൂട്ടിന്റെ ഫ്രണ്ടിലും അനസൂയ ഓടിപ്പോയി കൂട്ടിക്കോ. ഓക്കെ ഡാഡി, ബൈ, ടേക്ക് കെയർ. ആ, അനസൂയ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഹലോ ഡി അനു, നീ ഫ്രീ ആണോ? ശകുനിനെ എത്ര തവണ ഞാൻ വിളിച്ചുവെന്നോ, കോൾ കണക്ട് ആവുന്നില്ല. അതെങ്ങനെയാ? ഒരു കാറ്റടിച്ചാൽ ടീ മൊബൈലിന്റെ റേഞ്ച് പോവില്ലേ? അച്ഛൻ ന്യൂയോർക്ക് പോയിരിക്കുക ഫോർ 1 month. ഞാനിവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കുക. നീ വരുന്നോ കമ്പൈൻ സ്റ്റഡിക്ക്? ഞാനിവിടെ കുങ്കുമപ്പൂ സീരിയൽ കാണുക. പ്രൊഫസർ ജയന്തി ഇപ്പൊ വരും. അത് പിന്നെ യൂട്യൂബിൽ വരുമ്പോ കാണാമല്ലേ. അച്ഛനില്ലാതെ ഇതുപോലൊരു ചാൻസ് ഇനി കിട്ടില്ല. നീ ഇങ്ങ് വാ. ഓ, അപ്പൊ നിന്റെ അച്ഛന്റെ ശല്യം ഇല്ല അല്ലേ? ഞാൻ നേരെ എത്തി. നമുക്ക് ഡൗൺ ടൗൺ കാണാൻ പോയാലോ? ഡെൻവർ ബ്രോങ്കോസിന്റെ ഗെയിമൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. അയ്യോ, അധികം പുറത്തിറങ്ങണ്ടാന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ എക്സാംസ് ഒക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു. കോപ്പി അടിക്കാം അല്ലെങ്കിൽ ചിറ്റെടുക്കാം. പക്ഷേ ബ്രോങ്കോസിന്റെ ഗെയിം കാണാൻ കിട്ടിയ ചാൻസ് ആണ്. നീ വാ. ഓക്കെ. പാടാ, നമുക്കൊന്ന് ചെന്ന് മുട്ടി നോക്കാം. വന്നതായിരിക്കുമല്ലേ? അയ്യോ, എന്തിനാ മോളെ പേടിക്കണേ? ചെറുമാൻ കൊടിന് വരാൻ കേട്ടോ. എടാ ചെക്ക, നിന്റെ കളിയൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. പോടാ പോടാ. അത്രയ്ക്ക് ധൈര്യമോ? അയ്യോ രക്ഷിക്കണേ, ഈ പൂവാലന്മാരെന്നെ വിട്ടു മാറുന്നില്ല. നീയാണോടാ പെണ്ണുങ്ങളെ ശല്യപ്പെടുത്തുന്ന അലവലാതെ ഷാജി? എടാ നിന്നെയൊക്കെ ആരിത്? കോലത്തെ ഭഗവതി നേരിട്ട് എഴുന്നള്ളി വന്നത്? അതെ, അല്ലാന്ന് തോന്നാൻ മാഷിക്ക് ഭഗവതിയെ നേരിട്ട് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. സത്യം, ആ സ്ത്രീത്വം തുളുമ്പുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന കൂതറഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുകൊണ്ടായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണീർ കോലം പോലെ മൈഹേലി അടിച്ചലിക്കാരിയാ. ഈ സ്റ്റേഡിയത്തിനുള്ളിലായതുകൊണ്ട് ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. അടിച്ചു തളിക്കാരി ഡെൻവറിലെ തമ്പുരാട്ടിയാടോ മാഷേ. ഈ താൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോലത്തെ കിളിപോയ തമ്പുരാൻ, ദുഷ്യന്തൻ തമ്പുരാൻ. കണ്ടാലും പറയും ഒരു തമ്പുരാൻ. വഴി മാറാ. അയ്യോ എന്റെ കാല്. അയ്യോ ചോര, ഡോക്ടറെ അടുത്ത് പോണോ? ബ്ലഡ് വേണ്ടി വരുമോ? 911 വിളിക്കട്ടെ? ഓ, ഇത് ചെറിയൊരു ഗർഭവനം കൊണ്ടതല്ലേ? വാട്സപ്പ് ഉണ്ടോ? ഒന്ന് പിന്നാല. ഒരുപാടങ്ങ് പിന്നണ്ട, അച്ഛനറിഞ്ഞാൽ പണി പാടും. ഓ, അതൊക്കെ അച്ഛൻ്റെ ഒരു നമ്പറാണ്. മൈ ഫോൺ നമ്പർ ഈസ് 2255.
എനിക്ക് തിരികെ പോകാൻ സമയമായി. വർഷങ്ങളായി പോലത്തെ ഉത്സവം നടത്തിയിട്ട്. ഉത്സവം എല്ലാം നടത്തി ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. ശകു വിഷമിക്കണ്ട. എന്നെ എന്നും ഓർമ്മിക്കാനായി ഇതാ. Will you marry me? മോതിരം കൈമാറുന്നതിനൊപ്പം അവർ മറ്റു പലതും കൈമാറി. ഈ സമയത്ത് ഉഗ്രകോപിയായ ദുർവാസാവ് കർണാശ്രമം വിസിറ്റ് ചെയ്യുന്നു. ശകുന്തളെ, വേൾഡ് ഫേമസ് മഹർഷിയായ ദുർവാസാവിനെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലല്ലേ? അക്ഷന്തവ്യമായ തെറ്റാണത്. സോറി മഹർഷി, എന്നോട് ക്ഷമിക്കൂ. ഞാൻ സ്കൈപ്പ് ചെയ്യുന്നതിനിടെ അങ്ങ് വന്നത് അറിഞ്ഞില്ല. നീ ആരോടാണോ ചാറ്റ് ചെയ്യുന്നത് അയാൾ നിന്നെ മറന്നു പോകട്ടെ. പുത്രി, നിനക്ക് ആളെത്ര മനസ്സിലായെന്ന് തോന്നുന്നു. ലോക പ്രശസ്തന തനി രാവണൻ 10 തലയ മഹർഷിക്ക് ദേവന്മാർ പോലും റെഫർ ചെയ്യുന്ന 7 പ്രശസ്ത തപോ ഗ്രന്ഥങ്ങളിൽ 2 എണ്ണം ഇദ്ദേഹം എഴുതാണ്. കാലിൽ വീണ് മാപ്പ് പിടിച്ചു പുത്രി. ക്ഷമിക്കൂ പ്രഭു, എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് നൽകിയാലും ബ്ലാക്ക് ഫ്രൈഡേ ഡീലായി കരുതിയാൽ മതി. ആരെയാണോ ഞാൻ ശ്രമിച്ചത് അവന്റെ മറവി വെറും ഷോർട്ട് ടേം ആയിരിക്കും. നിങ്ങളുടെ പ്രണയത്തിന്റെ ഒരു അടയാളം നീ അവനെ കാണിക്കുമ്പോൾ തീർച്ചയായും അവൻ തന്നെ ഓർക്കും. എന്റെ മോള് ബേബി ഷോപ്പിംഗ് കഴിഞ്ഞ് ബേബി വെളിയിൽ വരാനായി കാത്തിരിക്കുകയാണ്. അനസൂയ ബേബി ഷോപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ ഡീലും കിട്ടിയില്ലായിരുന്നെങ്കിൽ പണി പാളിയേനെ. നന്ദി മഹർഷിയെ, നന്ദി. നോമിറങ്ങുന്നു. ഇനി എന്നെ മറക്കരുത്. ഐ ആം ദുർവാസ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അങ്ങനെ ശാപമോക്ഷത്തിനായി കണിമംഗലം കോലത്തേക്ക്. രാജാതിരാജൻ രാജരാജമൂടൻ വലിയ കാട്ട് കണിമംഗലം കോലത്തെ ദുഷ്യന്തൻ തമ്പ്രാൻ എഴുന്നള്ളുന്നേ. മന്ത്രി പൂങ്കവ, വൈകിട്ട് എന്താ പരിപാടി? വൈകിട്ടത്തെ പരിപാടി ഓൾ സെറ്റ്. അതെ, ഞാൻ ക്ലബിൽ വെച്ച് കണ്ട ഒരു ഹോട്ട് ചിക്ക് ഡാൻസ് ചെയ്യാൻ ചാൻസ് ചോദിച്ച് പുറത്തു നിൽപ്പുണ്ട്. വിളിക്കട്ടെ? ഹൈ ശകടേ ശകടേ എന്ന് പറഞ്ഞ ആയിക്കോട്ടെ. നൃത്തം അതിമനോഹരമായിരിക്കുന്നു. അപ്രീഷിയേറ്റ് യുവർ ബിസിനസ്. വിജൃംഭിച്ചു പോയി ഞാൻ. മന്ത്രി, ഇവളുടെ നമ്പർ ഒന്ന് വാങ്ങിച്ചോളൂ, ആവശ്യം വരും. എന്താ ഒരു ശബ്ദം? ഞാൻ പോയി നോക്കിട്ട് വരാം. മിസ്റ്റർ ദുഷ്യന്തൻ, അങ്ങേ കാണാൻ 2 പേര് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ട് എന്തോ പണിയാന്ന് തോന്നുന്നു. ആ, വല്ല പിരിവുകാരുമായിരിക്കും. 500ന്റെയും 1000ന്റെയും 2 കെട്ട് ഖജനാവിൽ ഇരിപ്പുണ്ട്. അങ്ങ് എടുത്തു കൊടുത്തേരെ. കണ്ടിട്ട് പിറവുകാരനാന്ന് തോന്നില്ല. ഒരു കിളവനും കൂടെ ഒരു കിടലും ഫീസും ഉണ്ട്. അകത്തേക്ക് വിളിക്കാം, നോമൊന്ന് കാണട്ടെ. നിക്ക് നിക്ക്, എങ്ങോട്ട് പോകുന്നു നിങ്ങൾ? മാറി നിൽക്കൂ ദുഷ്യേട്ടാ, എന്റെ ദുഷ്യേട്ടാ. ഛേ, മാറി നിൽക്കൂ. ആരാണ് നീ? ദുഷ്യേട്ടാ, ഈ ശകുന്തളയെ അങ്ങ് മറന്നോ? ഉത്സവം നടത്തി ചാന്തുപൊട്ടും കരിവളയുമായി വരാമെന്ന് പറഞ്ഞു പോയതാ കൊച്ചു കള്ളൻ. എടദാസ, ഏത് ഇലവലാതി? Look man, I'm not an Alvaladi. I'm Shakuntala, a real professional Unikumari. എന്റെ മോളെ ഗർഭിണിയാക്കിയിട്ട് നിനക്കൊന്നും ഓർമ്മയില്ലല്ലേ? അതെങ്ങനെയാ? അത് മനസ്സിലാവണമെങ്കിൽ നിനക്ക് സെൻസ് ഉണ്ടാവും, സെൻസിബിലിറ്റി ഉണ്ടാവും, സെൻസിറ്റിവിറ്റി ഉണ്ടാവും. എന്ത് ഗർഭമോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആ ചൂടൻ ദുർവാസാവിന്റെ മുടിഞ്ഞ ശാപമാണ് ദുഷ്യേട്ടനൊന്നും ഓർമ്മ വരാത്തത്. എന്തായാലും ഈ മുദ്രം കാണുമ്പോൾ ചേട്ടൻ എല്ലാം ഓർമ്മ വരും. എന്റെ പ്രാണസഖി ശകു. എന്റെ ദുഷോ. അങ്ങനെ എല്ലാം ഹാപ്പി എൻഡിങ്സ് ആയി. സമ്മത്താണ് മോനെ, അതിനെടുക്കാൻ ആർക്കും ആവൂല. അപ്പൊ എല്ലാം പറഞ്ഞ് നിങ്ങൾ കോംപ്ലിമെന്റ്സ് ആക്കിയല്ലേ? സന്തോഷമായി ഇവർ ഒരുമിച്ചാട്ടെ. മന്ത്രി, ഈ സന്തോഷ വാർത്ത നാടെങ്ങും വിളംബരം ചെയ്താലും ഈ 21st സെഞ്ചുറിയിൽ വിടണമോ? ഇതിലൊരു പോസ്റ്റാ പോലെ. അതാകുമ്പോൾ ഒരു 1000 ലൈക്സ് എങ്കിലും കിട്ടും. എന്നെയും കൂടെ ടാഗ് ചെയ്താൽ മതിയെന്നേ. എന്നാൽ എല്ലാരും വരും, നമുക്കൊരു ഫാമിലി സെൽഫി എടുത്ത് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തേക്കാം. ഇരവഴിഞ്ഞി അറബിക്കടലിലുള്ളതാണെങ്കിൽ ശകുന്തള മൊയ്തീനുള്ളതാണ്.
സോറി ഡയലോഗ് മാറിപ്പോയി. ഇരവഴിഞ്ഞി അറബിക്കടലിലുള്ളതാണെങ്കിൽ ഈ ശകുന്തള ഈ ദുഷ്യന്തനുള്ളതാണ്. Ladies and gentlemen, that was Red Rock Theatres for us. ഒരു fun-filled show ആയിരുന്നല്ലേ? Let's give a big round of applause for each and everyone who participated in this drama.